ഗമർ ജോബ, വെൽക്കം ടു ടിപ്ലിസി ടോക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഏജൻസീസിന് ഇവിടുത്തെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പെൻസാണ്, ലിവിങ് എക്സ്പെൻസ്. അതിനോട് കുറേ പേര് ചോദിച്ചിരുന്നു ഇവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണ്, ഇവിടുത്തെ കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ നമുക്ക് താങ്ങുമോ, ഒരു മിഡിൽ ക്ലാസ് ഉള്ള ഒരാൾക്കൊക്കെ ഇത് താങ്ങുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. സോ ഞാൻ ആലോചിച്ച് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഞാൻ തന്നെ പറയുന്നില്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്ത് താമസിക്കുന്ന 2 പേരുണ്ട്, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. സോ നമുക്ക് അവരോട് തന്നെ ഡയറക്റ്റ് ഇവിടുത്തെ എക്സ്പെൻസിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ അവർ പറയും ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അബിയോട് ചോദിക്കാം. അബി അട്ടപ്പാടി നിന്നായിരുന്നു. സോ അബി ഡീറ്റെയിൽസൊക്കെ പറയും. ഹലോ, എൻ്റെ പേര് അബി. ഒപ്പം അൽഫാസും ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഒന്നിച്ചാണ്, പാലക്കാട് തന്നെയാണ്. ഞാൻ മണ്ണാക്കാട്, അട്ടപ്പാടി, അൽഫാസ് പട്ടാമ്പി. അപ്പോൾ സാർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് അപ്പാർട്ട്മെന്റ്സ്, അതുപോലെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ 1 BHK, 2 BHK, 3 BHK ഷെയറിങ് വരുന്നുണ്ട്. അതിനകത്ത് ഞങ്ങളിപ്പോൾ 5 പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 BHK ആണ്. എല്ലാ 2 BHK നമുക്ക് 5 പേര് അലൗഡ് അല്ല, ഡിപ്പെൻഡ്സ് അപ്പോൾ ഓണേഴ്സ് ആണ്. ഞങ്ങൾക്ക് ടോട്ടൽ 5 പേർക്ക് ഏകദേശം $600 നമുക്ക് വരുന്നുണ്ട്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ $120. അധികം നമ്മുടെ നാട് സിറ്റി സൈഡിൽ, അതായത് ബാംഗ്ലൂർ, കൊച്ചി അവിടെയൊക്കെ താമസിക്കുന്ന ആ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസ് നോക്കുമ്പോൾ നമുക്കിവിടെ കമ്മിയാണ്, ലിവിങ് കോസ്റ്റ് കമ്മിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രോസറീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എക്സ്പെൻസ് വരുന്നില്ല. നമുക്ക് ഒരാൾക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു $160 മൊത്തം, അതായത് മന്ത്ലി എക്സ്പെൻസ് നമുക്ക് ചെയ്യും. അതായത് ഇൻക്ലൂഡിങ് റെൻറ്റ് നമുക്ക് എല്ലാം ചെയ്യും. പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എക്സ്പെൻസ് അല്ല, കമ്മിയാണ്. നമുക്ക് അധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നാട്ടിലത്തെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് അടുത്ത വരുന്ന വീഡിയോസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇതാക്കാം. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ്. അൽഫാസിനോട് നമുക്ക് ബാക്കി സംസാരിച്ചു നോക്കാം. അപ്പോൾ അബി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളെ എക്സ്പെൻസ് വളരെ കുറവാണ് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് UK അങ്ങനത്തെ കുറച്ച് കൺട്രീസിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ എക്സ്പെൻസ് ഞങ്ങളെ എക്സ്പെൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറവാണ്. അവർ നാട്ടിലെ അറൗണ്ട് 80,000 സംതിങ് ആണ് അവർ 1 മന്ത് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാ ചിലവും കഴിഞ്ഞിട്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കേസിൽ ഇവിടെ നമുക്ക് അത്ര പോലും വരുന്നില്ല. അതിൻ്റെ 1/3 നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. മെയിൻ പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. നമ്മളെല്ലാ എക്സ്പെൻസും അതിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നത് നമ്മളെ ഫീസിലേക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഞാൻ ബാക്കി ഇനി നമ്മളൊപ്പം ഇല്ലാത്ത വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ഒരാൾ കൂടി ഉണ്ട്, അവൾക്ക് കൊടുക്കാം. ഹായ്, ഞാൻ ശിശിര. എനിക്ക് മെയിനായിട്ട് പറയാൻ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗേൾസിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ജോർജിയ. എൻ്റെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2 BHKയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 4 പേര് ഷെയർ ഇട്ടിട്ടാണ് അവിടെ താമസിക്കുന്നത്. എനിക്ക് വരുന്നത് ഒരു യൂട്ടിലിറ്റി ബില്ലും അതുപോലെ തന്നെ റെൻ്റ് എല്ലാം കൂട്ടിയിട്ട് ഒരു $200 ആണ് എനിക്ക് വരുന്നത്. പിന്നെ ട്രാവൽ എക്സ്പെൻസ് ഒന്നും എനിക്ക് കാര്യമായിട്ട് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി തൊട്ടടുത്തായിട്ട് തന്നെ താമസിക്കുന്നത്. എനിക്ക് നടക്കാനുള്ള ദൂരം അങ്ങോട്ടേക്കുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ചിലവാണ് വരുന്നത്. ആ ഫുഡിൻ്റെ ചിലവെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോരുത്തർ കഴിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ മെസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെസ്സ് എടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ റൂമിൽ ഉണ്ടാവണില്ല, നമുക്ക് എവിടെയൊക്കെ കറങ്ങാനൊക്കെ പോകണമെങ്കിൽ മെസ്സ് ഫുഡ് ചുമ്മാ വേസ്റ്റ് ആവും. അതുകൊണ്ടൊക്കെ സെൽഫ് കുക്കായിരിക്കും നല്ലത്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് വരാം. പിന്നെ വേറെ എക്സ്പെൻസ് ഒന്നും കാര്യമായിട്ട് നമുക്ക് വരുന്നില്ല അവിടെ. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ലൈക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെം വൈസ് അടയ്ക്കുന്നവരുണ്ട്, പിന്നെ ഇയർ വൈസ് അടയ്ക്കുന്നവരുണ്ട്. അതിൻ്റെ എക്സ്പെൻസൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും ഇവിടുത്തെ യൂട്ടിലിറ്റി എക്സ്പെൻസും മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.